ഉസിരേ നീതാനേ അതും കൂടിയിട്ടില്ല വലുതായിട്ട് വെടിവെപ്പിൽ ഒതുങ്ങി. അതാകുമ്പോൾ പിന്നെ ശരീരം കണ്ടല്ലോ. എന്നിട്ട് അവർ ഇവിടെ പോയി കഥ ഇവിടെയാണ് നിൽക്കുകയാണെങ്കിൽ അവർ വേറെ ഇവിടെ എന്തൊക്കെ കൊണ്ടുവച്ച് നിർത്തിയിട്ട് ഒരു ഇതില്ലാത്തൊരു ഫിനിഷിംഗ് ഇല്ലാത്തൊരു രീതിയിലാണ് പടം കൊണ്ട് അവസാനം നിർത്തി വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കണം. ഇന്നലെ കാണാത്ത റോളാണ്. ഹിന്ദിയാണ്, പക്ഷെ ധനുഷിൻ്റെ പെർഫോമൻസ് ഒക്കെ തെറ്റാണ്. 3 മണിക്കൂറിൻ്റെ ആവശ്യമില്ല. കുറേ അവർ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ വെച്ച് അലമാക്കിക്കണം. മൂന്ന് മണിക്കൂർ ലെന്ത് കൂടുതലാണ്, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം, വേറെ ബോറായിട്ടൊന്നുമില്ല. അതല്ല, ഇത് വേറെ ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. കൊള്ളാം, ധനുഷ് കുഴപ്പമില്ല, കൊള്ളാം. എടുത്തു പറയാനായിട്ടില്ല, BGM കൊള്ളാം. ഇപ്പോൾ അവൻ്റെ പഴയ മ്യൂസിക്കുകളല്ല, അല്പം കേൾക്കാൻ സുഖമുണ്ട്. അല്ല, സെക്കൻഡ് ഹാഫ് വന്നിട്ട് അലമ്പായി, സ്ക്രീൻ പ്ലേ പോരാ. ഫസ്റ്റ് ഹാഫ് വന്നിട്ട് അവർ ഇൻ്റർവ്യൂവിൽ നിർത്തിയ രീതിയിലല്ല. സെക്കൻഡ് ഹാഫ് വന്നിട്ട് അവർ വേറെ എങ്ങോട്ടും പോകണം. എക്സിക്യൂഷൻ ശരിയല്ല. അഭിനയമൊക്കെ കൊള്ളാം, കാസ്റ്റിങ് കൊള്ളാം, പക്ഷേ ശരിയായിട്ടില്ല, കാര്യങ്ങളൊന്നും കറക്റ്റായില്ല. സെക്കൻഡ് ഹാഫ് വന്നിട്ട് നല്ല അലമ്പായിരുന്നു. ഫസ്റ്റ് ഹാഫിലുള്ള ഇൻ്റർവ്യൂവിൽ നിർത്തുന്ന അതേ രീതിയിലല്ല. സെക്കൻഡ് ഹാഫ് വന്നിട്ട് അവർ ഇവിടെ പോയി കഥ ഇവിടെയാണ് നിൽക്കുകയാണെങ്കിൽ അവർ വേറെ ഇവിടെ എന്തൊക്കെ കൊണ്ടുവച്ച് നിർത്തിയിട്ട് ഒരു ഇതില്ലാത്തൊരു ഫിനിഷിംഗ് ഇല്ലാത്തൊരു രീതിയിലാണ് പടം കൊണ്ട് അവസാനം നിർത്തിയത്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നല്ല ലാഗ് ഉണ്ടായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ 3 മണിക്കൂറിൻ്റെ ആവശ്യമില്ല. കുറേ അവർ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ വെച്ച് അലമാക്കിക്കണം. സൂപ്പറായിട്ടുണ്ട്. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? അല്ല, ഒരു പിച്ചക്കാരൻ പെട്ടെന്ന് ഒരു പണക്കാരനാണ്. 3 മണിക്കൂർ പോകും. നല്ല സ്റ്റോറി ഉണ്ട്, നല്ല സിനിമയാണ്. നല്ല സ്റ്റോറി, ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ലത്, നല്ല ആവറേജ്. ലെങ്തിയാണ്, പക്ഷെ ധനുഷിൻ്റെ പെർഫോമൻസ് ഒക്കെ തെറ്റാണ്. എടുത്തു പറയാനായിട്ട് ഇപ്പം സോഷ്യൽ മെസ്സേജ് ഉണ്ട്, നല്ല തെറ്റാണ്. കുഴപ്പമില്ല, കണ്ടുപോയിക്കും. നല്ല സിനിമ തന്നെ, ഇമോഷണലൊക്കെ നന്നായിട്ട് കണക്ട് ആയിട്ടുണ്ട്. പിന്നെ ധനുഷിൻ്റെ ആക്ടിങ് എടുത്ത് പറയണം, വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കണം. ഇന്നലെ കാണാത്ത റോളാണ്. നമ്മൾ ഒരു പിച്ചക്കാരൻ ഒരു പണക്കാരൻ്റെ ഉള്ള പ്രശ്നമാണ്. ഒരു പിച്ചക്കാരൻ കാരണം ഒരു പണക്കാരൻ ഒന്നും അല്ലായ്മ ആയിപ്പോകുന്നൊരു കഥയാണ്. അത്യാവശ്യം കൊള്ളാം, മേക്കിങ്ങും കാര്യങ്ങളും, കഥയോട് അത്യാവശ്യം നീതി പുലർത്തി തന്നെ പോണത്. അതുപോലെ തന്നെ പിന്നെ കുറച്ച് സെക്കൻഡ് ഹാഫാണ് കുറച്ച് പിച്ചിങ്ങായിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതായിരുന്നു. പിന്നെ 3 മണിക്കൂറിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. സ്റ്റോറി ആയിരിക്കും, അഭിനയം, ധനുഷിൻ്റെ അഭിനയമൊക്കെ എടുത്തു പറയേണ്ട തന്നെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. വൺ ടൈം വാച്ചാണ് പടം. ഒരു മെസ്സേജ് പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവമാണ്. ഭിക്ഷക്കാരായാലും അവർക്കൊരു ലൈഫുണ്ട്, പൈസക്കാർക്ക് മാത്രമുള്ള സ്ഥിര മെസ്സേജ് തന്നെ, വേറെ പ്രത്യേക മാസ് അങ്ങനെയൊന്നുമില്ല. വൺ ടൈം വാച്ച് കൊള്ളാം. 3 മണിക്കൂർ കുറച്ച് ലെങ്തിയാണ് ആക്ച്വലി. അത് ക്രൗഡ് റിപ്പീറ്റ് വാച്ചിൻ്റെ ചാൻസ് കുറച്ച് ലോ ആണ്. പടം കൊള്ളാം, എല്ലാം നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര മാസീവ് ഹിറ്റ് ആവുമെന്ന് അറിഞ്ഞൂടാ, ഒരു സാധനം കൊള്ളാം. நல்ல படம். எப்படி 3 மணிக்கு எப்படி இருக்குது? நல்ல இன்ட்ரெஸ்டிங்காக தான் இருக்குது. கொஞ்சம் லேக் போல் இருந்தாலும் நல்ல ஸ்டோரிக்கு கரெக்டாக வேணும், அப்படியே போயிட்டு தான் இருக்கும், நல்லா இருக்குது. தனுஷோட ஆக்ஷன் தான் இதில் மெயின் டாப்பு. இதுக்காண்டியே 90% അതൊക്കെ ഒതുக்கலாம். ഭയങ്കര വർത്താണ്. വൻ പ്രതീക്ഷയുടെ കൂടിയാണ് ഞാൻ പോയത്. ആ ഒരു പ്രതീക്ഷ എനിക്കിപ്പം ഏകദേശം തകർന്നു പോയി. പിന്നെ ധനുഷ് പിച്ചക്കാരനായിട്ടൊക്കെ അഭിനയിച്ച് പിന്നെ അതിൻ്റെ കഴിവ് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള നടനാണ് ധനുഷ് എന്ന് പറയുന്നത്. ഞാൻ ധനുഷിൻ്റെ ഒരു ആരാധകനും ധനുഷിൻ്റെ പടം കാണാമെന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷിൻ്റെ ആക്ടിങ് കണ്ട് പഠിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. നാളെ നമുക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ നടന്മാരെ ആക്ടിങ് കണ്ട് പഠിക്കും. മോഹൻലാലും മമ്മൂട്ടി അതുപോലെ ജോർജ് അങ്ങനെയൊക്കെ വന്നു. പക്ഷേ ഇത് അത്ര എനിക്ക് എന്താ പറയുക, അത്ര വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ സെക്കൻഡ് ഹാഫ് എങ്ങനെയാണ് അതിൻ്റെ എൻഡ് എങ്ങനെ നിർത്തും എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് സ്റ്റോറി എനിക്ക് മനസ്സിലായി. അതെങ്ങനെ പോകുന്നുള്ള കാര്യം എനിക്ക് കറക്റ്റാണ് മനസ്സിലായി. പിന്നെ രശ്മികയാണെന്ന് തോന്നുന്നത് അതിലെ നായിക. എനിക്ക് അവരെ കണ്ടിട്ട് ശരിക്കും എനിക്ക് മനസ്സിലായില്ല. ലേഡിയാണ്, ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല. സ്ക്രീനിൽ കാണിച്ചപ്പോഴത്തേക്ക് ഒരുപാട് വണ്ണത്തോടൊക്കെയാണ് കാണിച്ചത്. എനിക്ക് അവരെ ആദ്യം ശരിക്കും നല്ല രീതിയിൽ മനസ്സിലായില്ല. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, രശ്മികയാണെന്ന് എനിക്ക് മനസ്സിലായത്. നാഗാർജുൻ പുള്ളിക്ക് ഒരു 10-68 വയസ്സായെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഇത് പുള്ളിയുടെ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കുറ്റം പറയുന്നല്ല സാറിന്, ആ ഒരു ഇതിൽ കാണിക്കണം. പക്ഷേ സ്റ്റണ്ടൊന്നും കൂടിയിട്ടില്ല വലുതായിട്ട്. വെടിവെപ്പിൽ ഒതുങ്ങി. അതാകുമ്പോൾ പിന്നെ ശരീരം കണ്ടല്ലോ, വെടിവെപ്പിൽ ഒതുങ്ങി. എന്താ പറയുക, 3 മണിക്കൂർ എനിക്കാണെങ്കിൽ പിള്ളേരെ സ്കൂൾ ബസ് വന്നുകൊണ്ടിരിക്കണേ, എങ്ങനെ തീരണതുമില്ല. എന്നാലും കുഴപ്പമില്ല. ഇമോഷണലൊക്കെ കുറച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ വെച്ചുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊരു ആവറേജ് മൂവിയായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പടം നമുക്ക് മലയാളികൾക്കൊക്കെ വലുതായിട്ട് കണക്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കണക്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക്
പൂർണ്ണമായിട്ടില്ല. രായനൊക്കെ എന്തും നല്ല രസമാണ് കാണാൻ. ഉസിരേ നീതാനേ രായനൊക്കെ ഞാൻ കൊച്ചിയിൽ പോയാണ് കേട്ടോ, വനിതയിൽ. അത് രായൻ്റെ അത്രയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഏകദേശം വലിയ പാടാണ്. കാര്യം കണ്ടുകൊണ്ടിരുന്നവരൊക്കെ തന്നെ ഞാൻ ചോദിച്ചപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കും അത് വർക്കൗട്ടായിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാത്രം പറഞ്ഞ് ഞാൻ മനഃപൂർവ്വം നെഗറ്റീവ് പറഞ്ഞു. ഞാൻ ഇപ്പോൾ എന്തെല്ലാം പടങ്ങൾ ഞാൻ കണ്ടിട്ട് നല്ലതെന്ന് പറയുക, അഴുക്കാണ്. തെറ്റും ശരി എന്താണെന്ന് മനസ്സിലായില്ലേ?